ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നിറയെ ഹോളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനായി ആദ്യം തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ ഒരു അരക്കപ്പ് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കുതിർന്ന് വരാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക, എങ്കിലേ നന്നായിരിക്കുള്ളൂ. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അരക്കപ്പ് അളവിൽ ചവ്വരി ഇട്ട് കൊടുക്കാം. എത്ര അളവിലാണോ നമ്മൾ റവ എടുക്കുന്നത് ആ ഒരു അളവിൽ തന്നെ ചവ്വരിയും എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ചെടുത്തത് ഞാനിപ്പോൾ ഈ ഒരു കുതിരാനായിട്ട് വെച്ചിരുന്ന ആ ഒരു റവയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചെടുത്തപ്പോൾ റവ തരിതരിപ്പോടുകൂടെ ഉള്ള പോലെ തന്നെ ഈ ഒരു ചവരിയും അതേ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് വരുന്നുണ്ട്. മാവ് കുറച്ച് ടൈറ്റായിട്ട് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് അപ്പത്തിൻ്റെ മാവോ ദോശമാവോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതായത് അപ്പത്തിൻ്റെയും ദോശയുടെയൊക്കെ ബാക്കി വന്ന മാവുണ്ടാവുമല്ലോ, അത് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ ചെറിയൊരു സ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ ഡ്രൈ ഈസ്റ്റോ ഏതായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുട്ടെടുക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ ഈ ഒരു മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരാനും റവയും ചവ്വരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വരാനും വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 20 മിനിറ്റ് അതിന് ശേഷം ഞാനിപ്പോൾ ഇത് എടുത്ത് നോക്കിയപ്പോൾ കുറച്ചൊക്കെ അത്യാവശ്യത്തിന് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയും വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് പൊങ്ങി വരും. ഞാനിപ്പോൾ ഇത്രയും മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഒരു 20 മിനിറ്റ് ആയപ്പോഴേ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 30-40 മിനിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൗളിൽ നിന്ന് പുറത്തോട്ട് പോകും. അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു പലഹാരം കിട്ടുന്നത്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. വളരെ ചെറുതായിട്ടാണ് ഞാനിപ്പോൾ ഇത് ചുട്ടെടുക്കുന്നത്. ഓരോരുത്തർക്കും എത്ര വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസത്തിലും അതുപോലെ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്തും എനിക്ക് നല്ല പനിയാണ്, അതുപോലെ തൊണ്ടവേദനയുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം ക്ലിയർ ആവാത്തത്. ശബ്ദം നന്നായിട്ട് അടഞ്ഞിരിക്കുകയാണ്. വീഡിയോസ് ഇടാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എല്ലാവർക്കും അതറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരെണ്ണം ചുട്ട് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് വീണ്ടും ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തു. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരേ ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. ഒട്ടും തന്നെ എണ്ണയോ ഓയിലോ ഒന്നും സ്പ്രെഡ് ചെയ്യാതെ അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഹോള് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഹോള് നന്നായിട്ട് വന്നതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 10-15 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് അത് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് എടുത്തു മാറ്റാവുന്നതാണ്. ഇങ്ങനെ ഞാനിവിടെ എല്ലാം ചുട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല പഞ്ഞ് പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടി. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.